സ്വർണം കട്ടവരാരപ്പാ. CPM ഇപ്പോൾ നേരിടുന്ന പരീക്ഷയിൽ ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ വരെ സ്വാധീനിച്ച ഈ ചോദ്യവും അതിനുത്തരം തേടിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളും CPMനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ അറസ്റ്റുകളിൽ തന്നെ ഉരുണ്ടും ഉത്തരം മുട്ടിയും പ്രതിരോധത്തിൽ തുടരുന്ന CPMനെ പിടിച്ചുലയ്ക്കുന്നതാണ് SITയുടെ പുതിയ നീക്കങ്ങൾ. കല്ലും നെല്ലും തിരിച്ചറിഞ്ഞില്ലെങ്കിലും മുൻ ദേവസ്വം മന്ത്രിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തതും മൊഴി രേഖപ്പെടുത്തിയും സൃഷ്ടിക്കുന്ന സംശയ സാഹചര്യം പാർട്ടിയെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ പരാജയത്തിന് പ്രധാന കാരണമെന്ന് വിലയിരുത്തുന്ന സ്വർണ്ണക്കൊള്ള വിവാദം എങ്ങനെയും നിശബ്ദമാക്കി ചർച്ചകളിൽ നിന്ന് തലയുരാൻ വിയർക്കുന്ന CPMനെ സംബന്ധിച്ച് SITയുടെ നീക്കങ്ങൾ ഓരോന്നും നെഞ്ചിൽ തറയ്ക്കുന്ന അമ്പുകളാവുകയാണ്. അറസ്റ്റ് പോയിട്ട് മുതിർന്ന നേതാവിൽ നിന്ന് മൊഴിയെടുക്കുന്നത് പോലും വലിയ ചർച്ചയാകുന്നത് CPMനെ അസ്വസ്ഥപ്പെടുത്തുന്നു. തെറ്റിദ്ധരുത്താനും ജനവിശ്വാസം ആർജിക്കാനും പാർട്ടിയും മുന്നണിയും മുന്നിട്ടിറങ്ങുന്ന പശ്ചാത്തലത്തിൽ വിശേഷിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശദീകരിക്കാൻ വീട് കയറിയുള്ള പ്രചാരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിലെ SIT നീക്കങ്ങളാണ് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രഹസ്യ കേന്ദ്രത്തിൽ നടന്ന ചോദ്യം ചെയ്യലിന് പിന്നാലെ കടകംപള്ളി കൂടി പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗമാണ് എതിർ പ്രചാരണത്തിന് തീരുമാനമെടുത്തത്. പക്ഷേ വീടുകൾ കയറുമ്പോൾ SITയുടെ നടപടികൾക്ക് കൂടി ന്യായീകരണം കണ്ടെത്തേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് പാർട്ടി. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായ A. പത്മകുമാർ അറസ്റ്റിലായിട്ടും നടപടിയെടുക്കാത്തത് തിരിച്ചടിയായെന്ന് CPI അടക്കമുള്ള ഘടകകക്ഷികൾ വിലയിരുത്തിയിട്ടും CPM അത് സമ്മതിച്ചിട്ടില്ല. സ്വർണ്ണക്കൊള്ളയിൽ പങ്ക് വ്യക്തമായാൽ മാത്രമേ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ നടപടിയുണ്ടാവൂവെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ തന്നെ ചോദ്യം ചെയ്തത് തിരിച്ചടിയായിട്ടുമുണ്ട്. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി മടിക്കുന്നത് കടകംപള്ളി ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വെളിപ്പെടുത്തുമെന്ന പേടികൊണ്ടാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ സംസ്ഥാന കമ്മിറ്റി അംഗമായ കടകംപള്ളിക്കെതിരെയും അത് വൈകാതെ വേണ്ടിവരില്ല എന്ന ആശങ്കയും പാർട്ടി കേന്ദ്രങ്ങൾക്കുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിക്കുമ്പോഴും മുൻ MLA അടക്കം 3 CPM നേതാക്കൾ ജയിലിൽ കിടക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ആരോപണ സ്ഥലങ്ങൾ എയ്യുകയാണ്. അപ്പോഴും അറസ്റ്റ് ചെയ്തവരുടെ കാര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കാതെ പാർട്ടിതല നടപടിയെടുക്കാനാവില്ലെന്ന നിലപാടിലാണ് CPM. അതേസമയം CPM നിലപാടുകളെ തള്ളുകയാണ് CPI. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെ CPM സംരക്ഷിച്ചത് തിരിച്ചടിയായി എന്നാണ് CPIയുടെ വിലയിരുത്തൽ. സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണ സംഘം ഇപ്പോൾ വമ്പൻ സ്രാവുകൾക്ക് പിന്നാലെയാണ്. അന്വേഷണം മുകൾ തട്ടിലേക്ക് എത്തുന്നില്ലെന്ന ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടെയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തത്. അടുത്ത ലക്ഷ്യം ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസ് ആണ്. അദ്ദേഹത്തിന്റെ മൊഴിയിലൂടെ സ്വർണം കട്ടവലിലേക്കുള്ള തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. മുൻ ദേവസ്വം സെക്രട്ടറി S. ജയശ്രീയെ പ്രതി ചേർത്തിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ജനുവരി 8-നും 9-നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി നൽകിയ അന്വേഷണ കാലാവധി ജനുവരി പകുതിയോടെ അവസാനിക്കും. അതിനു മുമ്പ് അന്വേഷണം പൂർത്തിയാക്കാനാണ് SITയുടെ ശ്രമം. A. പത്മകുമാർ പ്രസിഡന്റായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമിതിയിലെ അംഗങ്ങളായിരുന്നു N. വിജയകുമാറും KP ശങ്കർദാസും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അതിരുവിട്ട് സഹായിക്കാനായി മൂവരും ചേർന്ന് ദേവസ്വം മാനുവൽ തിരുത്തി എഴുതിയത് കണ്ടെത്തിയിട്ടുണ്ട്. മിനിറ്റ്സ് ഇരുത്തിയതും പുതിയ ഉത്തരവുകൾ എഴുതി ചേർത്ത് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ N. വിജയകുമാറിനെയും KP ശങ്കർദാസിനെയും ബോധ്യപ്പെടുത്തിയിരുന്നു. വൻതുക ലാഭം മോഹിച്ചും വ്യക്തി താല്പര്യം ഉൾപ്പെടെ നേട്ടം ലക്ഷ്യമിട്ടും നിയമലംഘനത്തിന് ഇരുവരും കൂട്ടുനിൽക്കുകയായിരുന്നു. പത്മകുമാർ ഇക്കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെന്നും വിജയകുമാറിനും ശങ്കർദാസിനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും അന്വേഷണ സംഘം പറയുന്നു. എല്ലാം സഖാവ് പറഞ്ഞിട്ടാണെന്ന് N. വിജയകുമാർ പത്മകുമാറിനെതിരെ മൊഴി നൽകിയപ്പോൾ എല്ലാം അയ്യപ്പ നോക്കിക്കോളുമെന്നായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം. അറസ്റ്റ് ചെയ്യും മുമ്പ് പറഞ്ഞ ദൈവതുല്യൻ ആരാണെന്ന ചോദ്യത്തിന് വേട്ടനായ്ക്കളല്ലെന്നും അത് കടകംപള്ളി സുരേന്ദ്രനാണോ എന്ന ചോദ്യത്തിന് ശവന്തിനികളല്ല എന്നുമായിരുന്നു മറുപടി. ഇതൊക്കെ ആരെ ഉദ്ദേശിച്ചാണെന്ന് പത്മകുമാറിന് മാത്രം അറിയാം, പിന്നെ സാക്ഷാൽ അയ്യപ്പനും.